അങ്ങനെ എന്നിട്ട് ഞാൻ അത് പോയി മേടിച്ചു. അപ്പം നമുക്ക് അറിയത്തില്ലടാ, നമ്മൾ അന്ന് എന്നായിരുന്നു ഏതായിരുന്നു ചെറിയ ഡിവൈസിൽ നിന്ന് എനിക്കൊന്ന് അന്ന് സ്മൂത്ത് കഴിഞ്ഞ ഏതോ ഒരു 2 എനിക്കൊന്ന് 35-30 FPS ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളിപ്പോ 120 ഇട്ട് കളിക്കും, നമുക്ക് ആ സമയത്ത് FPS എന്തോന്ന് അറിഞ്ഞൂടാ, അറിയത്തില്ല. നമ്മള് ഇതാണ് ഇത് വെച്ച് കളിക്കുന്നു, അടിക്കുന്നു, ഇതേ ഉള്ളൂ. അതെ അതെ അതെ, ചുമ്മാ അങ്ങ് കളിച്ചു പോവാ, നമുക്ക് അറിഞ്ഞൂടല്ലോ അതിനെ പറ്റി. എന്നിട്ട് K20 Pro എടുത്തു. K20 Pro എടുത്തപ്പോ 60 നല്ല ഇതായി. നമ്മള് യൂട്യൂബിലൊക്കെ നോക്കൂലടാ എങ്ങനെ സ്മൂത്താണ്. എന്നിട്ട് യൂട്യൂബിൽ നോക്കിയപ്പോൾ നല്ല ഇതായി. പുതിയ മൊബൈൽ എടുത്തപ്പം ഭയങ്കര സീനായി. വർഷത്തിൽ പോയിട്ടാണ് ഞാൻ മൊബൈൽ എടുത്തത്, അച്ഛനോട് പറഞ്ഞിട്ട്. എന്നിട്ട് മൊബൈൽ എടുത്തു കഴിഞ്ഞ് കളി തുടങ്ങി കഴിഞ്ഞപ്പം പരിപാടി നിർത്തി. വർഷത്തിൽ പോക്കൽ നിർത്തി. ഗെയിം കളിക്കാൻ വീട്ടിൽ ഇരുന്ന് അഡിക്റ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. എന്നിട്ട് ശരിക്കും അമ്മ സത്യം നടന്ന കാര്യമാണ്, അമ്മയാണ് സത്യം. എന്നായിരുന്നു വീട്ടിലന്ന് മൊബൈൽ നെറ്റ്വർക്ക് ആടാ. അന്നത്തെ മൊബൈൽ നെറ്റ്വർക്ക് വീട്ടിലൊന്നും അധികം കിട്ടത്തില്ല. വെളിയിൽ ഞങ്ങൾക്ക് കുറച്ച് പുറകോട്ട് കുറച്ച് പറമ്പുണ്ട്. ഈ പറമ്പിന്റെ അവിടെ വാഴയുടെ സൈഡുണ്ട്. വാഴ സൈഡിൽ കൊണ്ട് കസേര ഇട്ടിട്ട് വാഴയെ കാലി ചവിട്ടിട്ട് കളിക്കും ഞാൻ. അപ്പൊ പറമ്പിലോട്ട് പോകുമ്പോൾ കുറച്ച് നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നോർമലി ഇത് കിട്ടത്തില്ല. അപ്പൊ ഈ പറമ്പ് കണ്ട സൈഡും കൂടെ ഉണ്ട്, ചെറിയ കാറ്റാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിരുന്നത് ഗെയിം കളിക്കുന്നത്. ഇടയ്ക്ക് അവിടെ പോയി കളിക്കും, ഇടയ്ക്ക് വീട്ടിൽ നിന്ന് കളിക്കും. പണ്ട് രാത്രി ആകുമ്പോൾ റേഞ്ച് രാവിലെ ഒക്കെ അങ്ങനെ രാത്രി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ രാവിലെ ഈ സമയത്ത് ഇങ്ങനെയായിരുന്നു. എന്നിട്ട് മൊത്തത്തിൽ അഡിക്റ്റ് ആയിപ്പോയി ഗെയിം. അന്ന് എനിക്കൊന്ന് ഞാൻ 1000 ഷാനോക്കളി എന്നായിരുന്നു നമ്മളെ വിളിക്കുന്നത്, എന്നെയൊക്കെ വിളിക്കണം ഷാനോക്കളി. അങ്ങനെ 1000 സംതിങ് മാച്ച് കളിക്കുമായിരുന്നു കേട്ടാ. അങ്ങനെ കളിച്ച് ഒരുമാതിരി കളിയൊക്കെ ആയി കഴിഞ്ഞപ്പം കോമ്പറ്റീറ്റീവിൽ കയറി. അങ്ങനെ മറ്റേ കേരള ലൈനപ്പൊക്കെ കേരള സായിബൊക്കെ ആയി. അങ്ങനെ അവിടുന്ന് ഡിവൈസ് ഒക്കെ തന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് മറ്റേ സ്നൈപ്പർ എംആർ സ്നൈപ്പർ